ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അണ്ടല്ലൂർ കാവിലാണ്. എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നത്. ഈ അടുത്താണ് നമ്മൾ കുടുംബക്ഷേത്രമാണെന്നൊക്കെ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങ് വന്നു കേട്ടോ. ഞാനും സിസ്റ്ററും ഉണ്ട്, പിന്നെ മക്കളും എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് അവിടുത്തെ ചുറ്റുപാടൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുളമാണ്. ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പാടില്ല കേട്ടോ സ്ത്രീകൾ. അപ്പോൾ നമ്മളെ ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെൻ്റെ അച്ഛനാണ്. അപ്പോൾ അത് അനിയത്തിയാണ്. അനിയത്തീൻ്റെ 2 കുട്ടികളുണ്ട് കേട്ടോ. സ്ത്രീകൾ കുളത്തിൽ ഇറങ്ങരുത് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴിപാടൊക്കെ എടുത്തതിന് ശേഷം, വഴിപാടൊക്കെ കഴിപ്പിച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് ഇറങ്ങാമെന്നുള്ളതിൻ്റെ റെസീറ്റ് മുറിക്കുകയാണ് കേട്ടോ. വഴിപാട് കഴിക്കാനുള്ള റെസീറ്റ് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതുണ്ട്, നെല്ലിനെ കൊണ്ട് ഇതൊക്കെ കെട്ടിച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. നല്ല ഇതാണ് ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ നമ്മളെ ദേവിക്ക് ഹായ് പറയാണ് കേട്ടോ. നമ്മൾ ഏകദേശം നടയടക്കാനായ ഒരു സമയത്താണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ആൾത്തിരക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒരു വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, ഉള്ളിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ പുറമേ ഉള്ള കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വഴിപാടൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് 12 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് സമയം ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാമെന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതാ ഒരുപാട് നാളായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു ഇലയാണ് കേട്ടോ. ഞാനിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും ഈ ഒരു ഇലയ്ക്ക് വേണ്ടി ഞാൻ അധികവും തപ്പാറുണ്ട്, പക്ഷെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൽ വെച്ചിട്ട് ഈ ഒരു ഇല എടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ്. ഇതൊരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വീഡിയോ വഴിയെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ക്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിനി അപ്പോൾ നമ്മളിവർ മുൻപ് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് നമുക്ക് തലശ്ശേരിയാണ് എക്സാം ഉണ്ടായിരുന്നു നമ്മൾ ITI പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടുത്തെ എക്സാമും കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും, നമുക്ക് ഉച്ചവരെയാണല്ലോ എക്സാമും കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വരാറുണ്ട്. അതൊക്കെ വേറെ തന്നെ ഒരു വൈബാണ്. നമ്മുടെ കോളേജ് കാലം എന്ന് പറയുന്നത് അത്രയും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാലമാണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ കോളേജ് ഗേൾസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറയുകയാണ്, മാക്സിമം നിങ്ങൾ കോളേജ് ലൈഫ്, സ്കൂൾ ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ. നമ്മൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്, ഒരു പാലം. അതായത് ഒരു വർഷം ഏതാണ്ട് ആയിട്ടുണ്ടാവും ഈ ഒരു പാലം ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ജാക്കറ്റൊക്കെ ഇടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അതാണ് ഇപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി പോകുന്നത്. ഒട്ടുമിക്കവർക്ക് അറിയാമായിരിക്കുമെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാമല്ലോ. ഈ ഒരു പാലം നല്ല രസമുണ്ട് കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി. അപ്പോൾ കുട്ടികളൊന്നും കൂട്ടാൻ വേണ്ടി പറ്റില്ല, കാരണം നല്ലപോലെ ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട ഇതാണ് കേട്ടോ. അതുകൊണ്ട് കുട്ടികളൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. കുട്ടികൾ അഥവാ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടി പാടില്ല. അവരെ തറയിൽ നിർത്തിക്കണം, ഇതിന് മേലെ നിർത്തിക്കണം. അപ്പോൾ ബാലൻസ് കിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും സിസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ആ വേവ്സ് വരുന്നതിന് കണക്കായിട്ട് ഇതിങ്ങനെ ഉയരും താഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൽ കയറാനായിട്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. നമ്മൾ കയറുമ്പം അത്ര ആൾക്കാരുണ്ടായിരുന്നില്ല. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് കയറാനുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ ചിലർക്കൊക്കെ ഈ കടലൊക്കെ കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുമ്പോൾ ചില ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേൾക്കാം, എനിക്ക് വെള്ളമൊക്കെ ഓവർ കാണുമ്പോൾ ഭയങ്കരമായിട്ട് തലകറക്കം ഫീൽ ചെയ്യുന്നൊക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ കാണുന്നവർ. പിന്നെ നമ്മൾ ഈ ഒരു ആകാശത്തൊട്ടിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കയറാൻ ഭയങ്കരമായിട്ട് ചിലർ പേടിക്കുന്നതാണ്. എനിക്കത്ര വലിയ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടോ, ആ വേവ് വരുന്നതിന് കണക്കായിട്ട് അതിങ്ങനെ പൊന്തുന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ.
കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നല്ല പോലെ വേവിന് നല്ല ശക്തി കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ ഇളക്കം. നമ്മൾ ഒന്ന് പിടിവിട്ട് പോയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോകും. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നമ്മൾ ജാക്കറ്റ് ധരിക്കാതെ പ്രവേശിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ. അപ്പോൾ ഇതുവരെ ആരും ട്രൈ അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോയിക്കോളും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഐസ്ക്രീം, നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീം കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഞാനും സിസ്റ്ററും. എന്താണെന്നറിയോ, നമ്മുടെ കൊച്ചുമക്കളൊക്കെ ഒരുപാടുണ്ട്. അവർക്കൊന്നും നമ്മളിങ്ങനെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ തണുത്തതൊന്നും അധികം അങ്ങനെ കൊടുക്കാറില്ല. തണുത്തത് കൊടുക്കാറുണ്ട്, അത്യാവശ്യമൊക്കെ കൊടുക്കും. എങ്കിലും ഇപ്പോൾ അവർക്ക് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് ഓരോ ആൾക്കല്ലോ. അതുകൊണ്ട് നമ്മൾ അവരെ കാണാതെ എന്താ പറയുക ഐസ്ക്രീമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മൾ രണ്ടാളും മാത്രം തനി ഐസ്ക്രീം കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഇതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിന് വേറെ തന്നെ ഒരു രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇഷ്ടമുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. ഞാൻ എവിടെ പോയാലും വാനില ഫ്ലേവർ മാത്രമേ മേടിക്കാറുള്ളൂ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ വാനില. ഏത് ഐസ്ക്രീം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ വാനില ഫ്ലേവർ മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിക്കുന്ന സമയത്ത് അവരവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആ ഒരു ബ്രിഡ്ജ് ഇവിടെ ദൂരത്തുനിന്ന് നോക്കി കാണാനുള്ള ഭംഗിയാണ്. അപ്പോൾ തിരയൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇതിങ്ങനെ വെറുതെ നോക്കി നിൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഐസ്ക്രീമും കഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഇങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നിട്ടില്ല. ഐസ്ക്രീം കഴിച്ച ഉടനെ തന്നെ നമ്മൾ പോയത് ഇതാ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന ടീ ആൻഡ് കോഫി സ്ഥലത്താണ്. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ഓരോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തൊക്കെയോ തിന്നുന്ന തിരക്കാണ് കേട്ടോ കുട്ടികളൊക്കെ. പിന്നെ ഇവിടെ അടിപൊളിയായിട്ട് തോന്നിയത് എനിക്ക് ഇവിടുത്തെ ഫുഡാണ് കേട്ടോ. നമ്മളിപ്പം ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ റോളും എന്താ പറയുക കട്ട്ലറ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ റോളാണെങ്കിൽ അതിൽ ചിക്കൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തപ്പിപ്പിടിക്കേണ്ടി വരും. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സാധാരണ എനിക്ക് ചിക്കൻ റോൾ ഇഷ്ടമില്ലാത്ത ആളാണ്, പക്ഷേ ഇവിടുന്ന് അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയൊരു ഭാഗത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. ഇവിടെ കാണാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇവിടുത്തെ സർവീസ് നമ്മൾ പേഴ്സണലി പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം ഇവിടെ ഉണ്ട് എന്നാണ് അവർ ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ അവർ കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം തിരിച്ച് വന്നിട്ട് പറഞ്ഞു സാധനമില്ല. പിന്നെ നമ്മളൊന്ന് മാറ്റി ഓർഡർ ചെയ്തു. അതും നമ്മൾ ഇതുപോലെ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അതുപോലെ 2 തവണ നമ്മൾ കുറച്ച് സമയം ഇരുത്തി കേട്ടോ അവർ. പിന്നെ ഈ ഫുഡ് കിട്ടാൻ നമ്മളെന്നിട്ട് സാധാ ചോറ് കഴിച്ചു. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ കൊണ്ട് ഇറങ്ങണ്ടേന്ന് കരുതിയപ്പോൾ നമ്മൾ കരുതി സാധാ ചോറ് കഴിക്കാന്നുള്ളത് അവിടെ തന്നെ ഇരുന്നു. എന്തുകൊണ്ടും നമുക്കത് എല്ലാവരുടെയും കാര്യം എങ്ങനെയാണെന്നറിയില്ല, നമുക്കത് ആർക്കും തന്നെ അതൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇത് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നമുക്ക് നല്ലൊരു അഭിപ്രായമില്ല. ഇനി ഇന്നത്തെ ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു അവിടുന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.